ദില്ലി സന്ദർശനത്തിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ബുധനാഴ്ച വൈകുന്നേരം 10 ജൻപതിലെ വസതിയിലെത്തിയാണ് മുഖ്യമന്ത്രി ഇരുവരുമായും ചർച്ച നടത്തിയത്. ഇതിനുശേഷം സിപിഐ ആസ്ഥാനമായ അജോയ ഭവനിലെത്തി ജനറൽ സെക്രട്ടറി ഡി രാജയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുക്കുന്നതിനാണ് മുഖ്യമന്ത്രി ദില്ലിയിലെത്തിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ എന്നിവരെയും വിജയ് സന്ദർശിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായ ശേഷം ദില്ലിയിൽ നടത്തുന്ന രണ്ടാമത്തെ സന്ദർശനമാണിത്. തമിഴക വെട്രിക്കഴകം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പിന്തുണയോടെയാണ് അധികാരമുറപ്പിച്ചത്. സംസ്ഥാന മന്ത്രിസഭയിൽ 2 കോൺഗ്രസ് പ്രതിനിധികളെ ഉൾപ്പെടുത്തിയതിനൊപ്പം ഒരു രാജ്യസഭാ സീറ്റും കോൺഗ്രസിന് വിട്ടുനൽകിയിരുന്നു. 3 ദിവസം നീണ്ടുനിൽക്കുന്ന സന്ദർശന പരിപാടികളിലാണ് വിജയ് പങ്കെടുക്കുന്നത്. വ്യാഴാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന നീതി ആയോഗ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വിഷയങ്ങളും ക്ഷേമ പദ്ധതികളും യോഗത്തിൽ അവതരിപ്പിക്കും. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പുറമെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയേക്കും. വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.